ഏയ് മലോണ, ചന്ദ്രേട്ടാ, നിന്റെ മൊബൈലിൽ എന്ത് പറ്റി? വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞ നീ ഗോവയിൽ ആ ബാഗ് കിട്ടാത്തതുകൊണ്ട് പോലീസിന് എനിക്കെതിരെ കേസെടുക്കാനായില്ല. പക്ഷെ നല്ല തല്ല് കിട്ടി. ഇതെന്താ? ഞാൻ ആധാരമൊക്കെ തിരിച്ചെടുത്തു. ഒരു ഫ്രണ്ട് സഹായിച്ചതാ. നീ ആ കമ്പ്യൂട്ടർ ലോൺ കൂടി എത്രയും പെട്ടെന്ന് അടയ്ക്കണം. ഇല്ലെങ്കിൽ ആകെ കുഴയും. എന്റെ സ്ഥിതി ഇപ്പൊ വളരെ മോശം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ 10,000 ഉണ്ട്. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ തന്നേനെ. താങ്ക് യുടാ സാറേ, ഒന്ന് വേഗാവട്ടെ. വരുന്നു. വരട്ടെ മലോണ. ഒന്ന് ഒളിഞ്ഞു നോക്കിയെന്ന് വിചാരിച്ച് കഫയൊന്നും അടിച്ചു പൊളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ കിട്ടും ഞാൻ. എന്റെ ആധാരം. നിന്റെ ആധാരമാണല്ലേ ഇത്? എന്റെ കയ്യിലിരിക്കട്ടെ. എടാ, എന്റെ ആധാരം നീ ആദ്യം എന്റെ ബൈക്കിൽ എയർ അടിച്ചിട്ട് കൊണ്ടെത്തിക്കടാ. അതിനുശേഷം ആധാരത്തെ പറ്റി ചിന്തിക്കാം. ഓടാ. ഏഞ്ചൽ, ഏഞ്ചൽ, ഏഞ്ചൽ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് വെക്കരുത്, പറഞ്ഞേക്കാം, കിട്ടില്ല. താനാരാ? ജോൺ, ഏഞ്ചൽ ജോൺ. അടിയടാ അവനെ. ഒരു രസം.
എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രസം. അപ്പ എന്നെ ഇഷ്ടമാണല്ലേ? ഏ ഏ അമ്മണി വെള്ളത്തിലേക്ക് മുങ്ങി ആ നഗ്നമേനി പൊങ്ങി വരുന്നത് കാണാൻ ഹരികൊതിയോട് കാത്തുനിന്നു. എന്താ അവൾ വരാത്തത്? വരും വരാതെ 5 മിനിറ്റ് 43 സെക്കൻഡ്. വെരി പുവർ. മൂടൗട്ടാണ് മൂസാക്ക. നമുക്കൊന്നും കൂടി പൊങ്ങാന്നേ. ദേ അറിയാല 8 മിനിറ്റാണ് വേൾഡ് റെക്കോർഡ്. എന്താടാ അറിഞ്ഞോ? ജെയിംസ് ക്രൂള്ള സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടി. കഥയുടെ ത്രെഡ് കേട്ടതും ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുക്കായിരുന്നു. സോഫിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ പൊടി പിടിച്ചു കിടന്ന ജെയിംസ് അച്ചായൻ വരെ പ്രശസ്തനായി. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്കിടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. ഇതിലും ഭേദം മിക്ക ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണതാ. ഇല്ലടാ സുമേഷ്, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. മയ്യത്തായാലും വേണ്ടില്ല. ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും. നീ കണ്ടോ? ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. എന്നാ കണ്ണാടി കൂട്ടിലിട്ട് പാമ്പുകൾ കൂട്ടക്കടി കടിച്ച ശേഷം ഇതാ സ്ഥിതി. പല പിപിയോ മകുടിയോ അടുത്തൂടെ പോയാ മതി, ഞാൻ പാമ്പിനെ പോലെ ആയിപ്പോ. എന്റെ ദൈവമേ, കത്തി ഉണ്ടായിരുന്നേ അത് മുടർത്തിയേനെ. Yes, Qadar Musa is ready for the battle. Breath holding attempt. മോൾക്ക് എഴുതാൻ നല്ല വേഗതയുണ്ടല്ലോ. പലരും സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ മാസങ്ങളാണ് എടുക്കുന്നത്. എനിക്കറിയില്ല പപ്പ, ആരും എന്നെ കൊണ്ട് പറഞ്ഞെഴുതിക്കും പോലെ ഞാനങ്ങ് എഴുതുകയാണ്.